പറഞ്ഞു. അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു. അപ്പം അതാണല്ലോ എനിക്ക് തരാൻ പോകുന്നത്. അത് ഭയങ്കര സ്പൈസിയാണ് കേട്ടോ. ഈ സാധനം കുറച്ച് സ്പൈസിയാണ്. അപ്പോൾ അത് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഇത്രയും ഫ്ലേവർഫുൾ, ഇത്രയും ഫ്രഷ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. ബീഫൊക്കെ ഇങ്ങനെ മിൻസ് ചെയ്തിട്ടായിട്ടുള്ളത്, ഭയങ്കര പൊടിയായിട്ട് നമുക്ക് ച്യൂ ചെയ്യാൻ കിട്ടില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റായിട്ട്. നമസ്കാരം, ഞാൻ ഇന്ന് നിൽക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള കുമാരപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ വരാനുള്ളൊരു റീസൺ ഉണ്ട്. ഞാനൊരു ബിഗ് ടൈം ഫുഡിയാണ് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ഫുഡ്, വെറൈറ്റി ആയിട്ടുള്ള ഫ്ലേവർ, ഇതൊക്കെ അന്വേഷിച്ച് നടന്ന് അങ്ങനെ ഒരു സമയത്താണ് എൻ്റെ കൂട്ടുകാർ ഇവിടെ സജസ്റ്റ് ചെയ്തത്. ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഇവിടെ വന്ന് കഴിക്കണം, ഭയങ്കര അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ്, ഭയങ്കര ഫ്ലേവർഫുള്ളാണ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് മലയാളികൾക്ക് ഈ അറേബ്യൻ ഫുഡിനോട് ഭയങ്കര താല്പര്യമാണല്ലേ. ഈ ഷവർമ ആയാലും റോൾസ് ആയാലും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. സോ അതേ സംഭവം തന്നെ പക്ഷെ ഒരു ടർക്കിഷ് ഫ്ലേവറിൽ വന്നാലോ, അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. അപ്പോൾ നമുക്ക് എങ്ങനെയാന്നൊക്കെ നോക്കിയാലോ. ഇസ്താംബുൾ റോൾസ് ആൻഡ് ഗ്രിൽസ്, ഇതാണ് സ്ഥലം. അപ്പോൾ ഈ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊരു ടർക്കിയിലുള്ള ഒരു പ്ലേസ് ആണ് ഈ ഇസ്താംബുൾ. അപ്പോൾ ഈ പേര് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഓണർ പുള്ളി ടർക്കി പോയി അവിടുത്തെ സ്ട്രീറ്റ് ഫുഡെല്ലാം കഴിച്ച് അവിടുത്തെ ആ ഒത്തൻറ്റിക് ഫ്ലേവർ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് അതാണ് പുള്ളിയുടെ ഇൻസ്പിറേഷൻ ഇവിടെ വരാനുള്ളത്. അങ്ങനെയാണ് ഈ സ്റ്റോൾ തുടങ്ങിയത്. അപ്പം തുടങ്ങിയ സ്റ്റോളല്ല ഫസ്റ്റ്, ഇവിടെ ഒരു ഫുഡ് ട്രക്കായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് അവരുടെ സെക്കൻഡ് വെഞ്ചറാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ മെനു ഒക്കെ ഒന്ന് പോയി നോക്കിയാലോ. ചിക്കൻ പ്ലാറ്റർ, ഇൻസ്റ്റാൻബുൾ പ്ലാറ്റർ, അതുപോലെ ഗ്രിൽ ബീഫ് കോഫ്ത, കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ആഷിഖുണ്ട് നമ്മുടെ കൂടെ, ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ആണ് പുള്ളി. അപ്പോൾ പുള്ളിയോട് തന്നെ ആദ്യം ചോദിക്കാം ഇത് ഏതൊക്കെയാണെന്ന്. അതിനനുസരിച്ചിട്ട് വേണം എനിക്ക് ഇവിടുന്ന് എന്താ കഴിക്കേണ്ടതെന്ന് അറിയാൻ. ഹായ് ആഷിഖ്. ഹായ്. ഇപ്പം എന്താണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി? നമുക്ക് ഷോർമാസ് വരുന്നുണ്ട്, ആക്ച്വലി പിന്നെ ഗ്രിൽഡ് ഐറ്റംസ് വരുന്നുണ്ട്. ഷോർമയിൽ തന്നെ ചിക്കൻ വരുന്നുണ്ട്, ബീഫ് വരുന്നുണ്ട്, ചിക്കൻ ആൻഡ് ബീഫ് മിക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രിൽഡ് ഐറ്റംസിൽ ബീഫ് വരുന്നുണ്ട്, ബീഫിൻ്റെ കൊഫ്ത റോൾ വരുന്നുണ്ട്, അതിൻ്റെ പ്ലാറ്റർ വരുന്നുണ്ട്, ഇഫ്ക റോൾ വരുന്നുണ്ട്, അതിൻ്റെ ചിക്കൻ വരുന്നുണ്ട്, ബീഫ് വരുന്നുണ്ട്, അതിൻ്റെ ഇസ്താംബുൾ വേർഷൻ വരുന്നുണ്ട്, ചിക്കൻ ആൻഡ് ബീഫ് മിക്സ്, പിന്നെ ചാർക്കോൾ ചിക്കൻ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റംസ്. അപ്പോൾ എന്താണ് പുറമേയുള്ള ഷവർമയെക്കാളും ഇവിടുത്തെ ഷവർമയ്ക്ക് എന്താണ് പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ട്രിവാൻഡ്രം അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ നമുക്ക് നോർമൽ ഷവർമയാണ് കിട്ടുന്നത്. അപ്പം ഞങ്ങളാണ് ഫസ്റ്റ് ട്രിവാൻഡ്രത്ത് തുർക്കിഷ് ഫ്ലേവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ടേസ്റ്റിലും ഫ്ലേവേഴ്സിലും എല്ലാം നല്ല വ്യത്യാസം വരുന്നുണ്ട്. എന്താണ് ഈ ഫ്ലേവേഴ്സ് അല്ലെങ്കിൽ എവിടുന്നാണ് ഈ സ്പൈസസ് ഒക്കെ വരുന്നത്? ഇമ്പോർട്ട് ചെയ്താണ് വരുന്നത്, പുറത്തുനിന്ന്. മസാലാസ് ആയാലും സ്പൈസസ് ആയാലും എല്ലാം പുറത്തുനിന്നാണ് വരുന്നത്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ടേസ്റ്റിലും നല്ല രീതിയിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ എന്താണ് കൂടുതൽ കസ്റ്റമേഴ്സ് ഏത് ഐറ്റമാണ് ഓർഡർ ചെയ്യുന്നത്? ഇസ്താംബുളിന്റെ തന്നെ ചിക്കൻ ആൻഡ് ബീഫ് മിക്സ് റോൾസ് പോകുന്നുണ്ട്, പ്ലാറ്റർ പോകുന്നുണ്ട്, അതിന്റെ ഗ്രിൽഡ് ഐറ്റംസ് പോകുന്നുണ്ട്. ഇപ്പോഴും ഫുഡ് ട്രക്ക് ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പോഴും കുറാംകോണം കവടിയാർ റോഡിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. എന്താണ് ടൈമിംഗ് ഒക്കെ നിങ്ങളുടെ ഓപ്പണിംഗ്? ഒരു 3:30 to 11 അത്രയും പോകുന്നുണ്ട്. അപ്പം എനിക്ക് ഇന്ന് എന്താണ് ഇവിടെ കിട്ടാൻ പോകുന്നത്? നമുക്ക് ഗ്രിൽഡ് ഐറ്റംസ് തന്നെ ട്രൈ ചെയ്യാം. ഗ്രിൽഡും ചാർക്കോൾ ഐറ്റംസ്, ബീഫിന്റെ കൊഫ്ത റോൾ, പിന്നെ പ്ലാറ്റർ ഉണ്ട്, പിന്നെ ഇഫ്കയുടെ തന്നെ മിക്സ്ഡ് ട്രൈ ചെയ്യാം നമുക്ക്, പിന്നെ ചാർക്കോൾ ചിക്കനും അതിന്റെ പ്ലാറ്റർ. യമ്മി. അപ്പോൾ നമുക്ക് മെല്ലെ പോയി തട്ടി നോക്കിയാലോ?
3 ഐറ്റംസ് പറഞ്ഞു, അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്നും പറഞ്ഞു. അപ്പം അതാണല്ലോ എനിക്ക് തരാൻ പോകുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് വൺ വരുമ്പോൾ ഗ്രിൽഡ് ബീഫ് കൊഫ്തയാണ്. ഓക്കെ. അതായത് നമ്മുടെ മിൻസ്ഡ് ബീഫ് നല്ല രീതിയിൽ ഗ്രിൽഡ് ചെയ്തെടുക്കും. നല്ല സോഫ്റ്റ് ആയിരിക്കും ആ മീറ്റ്. അതിനെ നമുക്ക് റോൾ ചെയ്തും എടുക്കുന്നുണ്ട്, ഫ്ലാറ്ററായിട്ടും വരുന്നുണ്ട്. 2 രീതിയിൽ വരുന്നുണ്ട്. റോള് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് ബ്രെഡ് ഉണ്ട്, തുർക്കിഷ് ഫ്ലാറ്റ് ബ്രെഡിൽ സ്പൈസസ് ആഡ് ചെയ്യും നല്ല രീതിയിൽ. അതിൽ ഈ കൊഫ്തയുടെ മീറ്റും ആഡ് ചെയ്യും, മൈനസ് സോസസ്, ഫ്രൈസ്, സാലഡ്സ് കുറച്ച് വരുന്നുണ്ട്. അതിനെ റോൾ ചെയ്ത് തവ ചെയ്തെടുക്കുക ചെയ്യും. അതെ ഐറ്റംസ്. രണ്ടാമത്തെ യുഫ്ക റോളാണ്. അതിൽ ചിക്കനും ബീഫും വരുന്നത്, രണ്ടും കൂടെ മിക്സ്ഡ് ആണ്. മിക്സ് ചെയ്ത സിംഗിൾ റോളാണ് വരുന്നത്. അതിലും സെയിം പാറ്റേൺ തന്നെയാണ്. ഫ്രൈസ് വരുന്നുണ്ട്, മൈനസ് വരുന്നുണ്ട്, സോസസ് വരുന്നുണ്ട്. സ്പെഷ്യൽ സോസസ് ആണ്. ഹെവിയാണ്, ചെറിയ ഓവർ ഹെവി അല്ല, ഒരു മീഡിയം. തേർഡ് വൺ എന്ന് വെച്ചാൽ ചാർക്കോൾ ചിക്കൻ ആണ്. ചിക്കൻ ചാർക്കോൾ ചെയ്തെടുത്തിട്ട് അത് നമുക്ക് പ്ലേറ്റിലാണ് വരുന്നത്. ഇത് തിൻ ബ്രെഡാണ് വരുന്നത്. ഇത് 3 ഐറ്റംസ് ആണ് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് വരുന്നത്. അതെ, നമുക്ക് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ 3 സ്പെഷ്യൽ ഐറ്റംസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പേര് കുറച്ച് കട്ടിയായിട്ട് ഞാൻ നോക്കി വായിക്കാം. ഇത് ഗ്രിൽഡ് ബീഫ് കോഫ്ത റോളാണ്, ഇത് ഗ്രിൽഡ് യുഫ്ക റോൾ, ഇത് ടർക്ക ചിക്കൻ ഓൺ ചാക്കോൾ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ടർക്ക ചിക്കൻ ഓൺ ചാക്കോൾ നോക്കാം. ഇതിൽ ഗ്രിൽഡ് കുബൂസ് ഉണ്ട്, അതുപോലെ ചിക്കൻ ഉണ്ട്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, 2 ടൈപ്സ് ഓഫ് മയണൈസ് ഉണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അത് ഭയങ്കര സ്പൈസിയാണ് കേട്ടോ. ഈ സാധനം കുറച്ച് സ്പൈസിയാണ്, പക്ഷെ കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. നമുക്കറിയാം, നമുക്ക് കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലേവേഴ്സ് ഉള്ള കുറേ സാധനങ്ങൾ കിട്ടും അല്ലേ. എല്ലാം പോയി ടേസ്റ്റ് ചെയ്യണം, അതൊക്കെ രസമല്ലേ. ഭയങ്കര ജ്യൂസി, ഭയങ്കര ഫ്ലേവർഫുള്ളാണ്, കൊള്ളാം, അടിപൊളി. എല്ലാവരും വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, ഭയങ്കര ടേസ്റ്റി ആയിട്ടുണ്ട് ഈ സാധനം. നമുക്ക് അടുത്ത സാധനം നോക്കിയാലോ. അത് യുഫ്ക റോളാണ്. ഞാൻ കഴിക്കട്ടെ, എൻ്റെ ഒരു കാണിക്കാം. അപ്പം ഇതിൽ ചിക്കനും ബീഫും ഉണ്ട്. അപ്പം നമുക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഭയങ്കര ജ്യൂസി ആയിട്ടുണ്ട് കാണാൻ തന്നെ. എന്തായാലും കഴിച്ചു നോക്കാം. ഭയങ്കര ഒരു ടാങ്കി ഫ്ലേവർ, ബട്ട് വെരി യം. കഴിക്കുമ്പം ആദ്യം ഒരു ഭയങ്കര ടാങ്കി ആയിട്ട് തോന്നുന്നു, പിന്നെ പോപ്പ് ഭയങ്കര ഫ്ലേവർഫുൾ അകത്തെല്ലാം. ചിക്കനും അതുപോലെ ബീഫും ഒക്കെ ഗ്രിൽ ചെയ്ത് മിൻസ് ചെയ്ത് അങ്ങനെ എന്തൊക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. മയനൈസിൻ്റെ ടേസ്റ്റ് ഭയങ്കര പവർഫുൾ ആയിട്ടുണ്ട്. ഇത് ഭയങ്കര കുറച്ചൊരു ടാങ്കിയാണ് കേട്ടോ. ഇത് കുറച്ച് സ്പൈസി ആയിരുന്നു ഈ സാധനം, ഇത് കുറച്ചുകൂടി ടാങ്കി ആയിട്ടുണ്ട്. കൊള്ളാം, ഭയങ്കര ഫുൾഫില്ലിങ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നേരത്തെ കഴിച്ച 2 ഐറ്റംസ് അത്യാവശ്യം സ്പൈസി ആയിരുന്നു. അപ്പം ഞാൻ കണ്ടറിയാവുന്ന രീതിയിൽ നന്നായിട്ട് വേർക്കുന്നുണ്ട്. അപ്പോൾ സ്പൈസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങോട്ട് തന്നെ ഡയറക്റ്റായിട്ട് ഓടി വരാം, നിങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇനി അടുത്തത് ഗ്രിൽഡ് ബീഫ് കോഫ്തയാണ്. അപ്പോൾ അടുത്തത് ഇതാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം എന്തായാലും ആഗ്രഹിച്ച് വന്നതല്ലേ, ഞാൻ കഴിച്ചു നോക്കട്ടെ. ഇത് ഭയങ്കര യമ്മായിട്ടുണ്ട് കേട്ടോ, ഭയങ്കര ടേസ്റ്റി ആയിട്ടുണ്ട്. ഇതിനകത്ത് ബീഫൊക്കെ ഇങ്ങനെ മിൻസ് ചെയ്തിട്ടായിട്ടുള്ളത്, ഭയങ്കര പൊടിയായിട്ട് നമുക്ക് ച്യൂ ചെയ്യാൻ കിട്ടില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റായിട്ട്. എനിക്ക് തോന്നുന്നു നേരത്തെ കഴിച്ച 2 എണ്ണത്തിനേക്കാളും എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ലെസ് സ്പൈസി. എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ് ശരിക്കും. 3 എണ്ണത്തിന് 3 ടേസ്റ്റ്. അപ്പം ഞാൻ ഇവിടുത്തെ 3 സ്പെഷ്യൽ ഡിഷസും ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഭയങ്കര ഫ്ലേവർഫുൾ, ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ അത് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഇത്രയും
ഫ്ലേവർഫുൾ, ഇത്രയും ഫ്രഷ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ മുറിഞ്ഞപാലം GG ഹോസ്പിറ്റലിന്റെ അടുത്താണ്. ഈ വഴിക്ക് പോവുകയാണെങ്കിൽ, ട്രിവാൻഡ്രം പാസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്ന് ട്രൈ ചെയ്യണം. ഒരു എന്താ പറയുക, ഒരു ടാങ്കി ആയിട്ട്, ഒരു സ്പൈസി ആയിട്ട്, ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വന്ന് ട്രൈ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ഒരു വെറൈറ്റി ഫുഡിനുള്ള യാത്ര ഞാൻ ഇവിടെ നിർത്തുന്നില്ല. ഇനി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഒരു വെറൈറ്റി ഫുഡായിട്ട് വരുന്നത് വരെ എല്ലാവരും സ്റ്റേ സേഫ്. ബൈ ബൈ.